ചെയ്യുന്നതിന് ഗ്രേറ്റ് ലീഡറായ ജോയ് പീറ്റർ സാറിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു ഓൾ. എൻ്റെ പേര് പറഞ്ഞു ജോയ് പീറ്റർ ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ സൂമിൽ അറ്റൻഡ് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ബേസിക്കായിട്ട് ഞാൻ ഈ സെയിൽസുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാമെന്നാണ് വിചാരിച്ചത്. കാരണം നമ്മളുടെ ബിസിനസ് പുതിയ പുതിയ സെയിൽ വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ മുന്നോട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അപ്പൊ എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ഒരു കസ്റ്റമറിന് നമ്മളുടെ പ്രൊഡക്ട്സ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം എന്ന വിഷയത്തെ കുറിച്ച് സംസാരിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളൊക്കെ പിയർലെസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച സമയത്ത് ക്യാൻവാസിംഗ് മെത്തേഡ് ഒരു 5C ആയിട്ടാണ് നമ്മളൊക്കെ പഠിപ്പിച്ചിരിക്കുന്നത്. 5C എന്ന് പറയുന്നത് അതില് ഫസ്റ്റ് C ഇത് ചെയ്യുന്നത് കോണ്ടാക്ട് ആണ്. നമ്മൾ ഒരാളെ കോണ്ടാക്ട് ചെയ്യണം. രണ്ടാമത്തെ C അയാളായിട്ട് ഒന്ന് ക്ലോസ് ആകണം. മൂന്നാമത്തെ C കോൺസെപ്റ്റ് പ്രസന്റ് ചെയ്യണം. നാലാമത്തെ C ആ സെയിൽ ക്ലോസ് ചെയ്യണം. അഞ്ചാമത്തെ C കമ്മീഷൻ എന്നുള്ള രീതിയിലാണ് ഞങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ കസ്റ്റമറിനെ നമ്മൾ കാണാൻ പോകുമ്പോൾ ചിലപ്പോൾ ഒറ്റക്കായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ പ്ലെയിനായിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലായിട്ടായിരിക്കും നമ്മൾ ഫീൽഡിലേക്ക് പോകുന്നത്. അപ്പൊ ഫീൽഡിൽ പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ക്യാൻവാസിങ് നമുക്ക് വിജയിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ കസ്റ്റമറായിട്ട് നല്ല രീതിയിൽ സംസാരിച്ച് ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനായിട്ട് എപ്പോഴും ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോയിന്റ്മെന്റ് ഉണ്ടെങ്കിൽ കസ്റ്റമറിന് അറിയാം നമ്മൾ എന്തൊരു വിഷയം സംസാരിക്കാൻ അവിടെ വരുന്നുണ്ട്. അതിനുള്ള അവസരം അവര് നമുക്ക് ഒരുക്കി തരും. അപ്പോയിന്റ്മെന്റ് ഇല്ലാണ്ട് നമ്മൾ ചെല്ലുമ്പോൾ യാദൃശ്ചികമായിട്ട് ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ, പ്രത്യേകിച്ച് പരിചയമില്ലാത്ത ഒരാളായിട്ട് കയറി ചെല്ലുമ്പോൾ ഒരു ആശയക്കുഴപ്പം ഉണ്ടാകാനും ചിലപ്പോൾ അവിടെ നമുക്ക് സംസാരിക്കാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ ചിലപ്പോ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കണമെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. പലർക്കും അപ്പോയിന്റ്മെന്റ് എടുക്കാനായിട്ടാണ് ബുദ്ധിമുട്ട്. കാരണം വിളിച്ചു കഴിഞ്ഞാൽ പുള്ളി എന്താണെന്ന് ചോദിക്കും, എന്താണെന്ന് പറയേണ്ടി വരും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വരണ്ടെന്ന് പറഞ്ഞാലോ, ഇങ്ങനെ ആശങ്കകളാണ് പലർക്കും ഉള്ളത്. പക്ഷെ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ വളരെ എളുപ്പമാണ്. നമുക്ക് നമ്മൾ പരിചയമുള്ള ഒരാളെ വിളിക്കുന്നു. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരാളെ നമ്മൾ വിളിക്കുന്നു. നമ്മുടെ സുഹൃത്താണ്. അയാളെ നമ്മുടെ ഫോണിൽ വിളിക്കുന്നു. എവിടെയുണ്ട്? ഞാൻ വീട്ടിലുണ്ട്. നാളെ ഞാൻ ആ വഴിക്ക് വരുന്നുണ്ട്. അവിടെ എനിക്ക് ഒരാളെ കാണാനുണ്ട്. താങ്കളെപ്പോ വൈകിട്ട് വീട്ടിലുണ്ടാവും? ഞാൻ ഇന്ന സമയത്ത് വീട്ടിലുണ്ടാവും. ഓക്കെ, നമുക്ക് ആ സമയത്ത് കാണാം. ഞാൻ അതിൽ വരുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് കാണാന്ന് വിചാരിച്ചാണ് എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കാം. അങ്ങനെ അപ്പോയിന്റ്മെന്റ് എടുത്തതിന് ശേഷം ആ വ്യക്തിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മുടെ കൂടെ അയാൾക്ക് പരിചയമില്ലാത്ത ഒരാളുണ്ടെന്നാണെങ്കിൽ ആ ആളെ നമ്മൾ പരിചയപ്പെടുത്തുക. ഇതെന്റെ ഫ്രണ്ടാണ്, ഇന്നതാണ് പേര്, നമ്മൾ പരിചയപ്പെടുത്തുക. ചില മുമ്പേഴ്സ് ചിലപ്പോ എന്താ പറയാ, വരാന്തയിൽ തന്നെ നിന്ന് സംസാരിച്ചു കളയും. അവര് ചിലപ്പോ അകത്തേക്ക് ക്ഷണിക്കാനൊക്കെ മറന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ റോൾ ആക്ട് ചെയ്യേണ്ടത് ഡിസ്ട്രിബ്യൂട്ടറാണ്. അപ്പൊ ഡിസ്ട്രിബ്യൂട്ടറിന്റെ സുഹൃത്തിന്റെ വീട്ടിലേക്കാണ് നമ്മൾ ചെന്നേക്കുന്നത്. അപ്പൊ ഡിസ്ട്രിബ്യൂട്ടർ അവിടെ നിന്ന് അങ്ങനെ അവര് സംസാരിക്കുന്നുണ്ട്, അകത്തേക്ക് വിളിക്കുന്നില്ല എന്നാണെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ എന്താ ചെയ്യേണ്ടത്? ആ ഡിസ്ട്രിബ്യൂട്ടർ ആ വ്യക്തിനോട് പറയും നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അപ്പോഴായിരിക്കും അദ്ദേഹത്തിന് അകത്തേക്ക് വിളിക്കേണ്ട ഓർമ്മ വരുന്നത്. അകത്തേക്ക് നമ്മൾ വിളിക്കും. ചില ആൾക്കാർ വളരെ എന്താ പറഞ്ഞ ആ മര്യാദ പാലിക്കും. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അകത്തേക്ക് വന്ന് ഇരിക്കാൻ പറയും. അവിടെ ഇരുന്നിട്ടായിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ നമ്മുടെ അപ്ലൈനെ പരിചയപ്പെടുത്തിയ സ്ഥിതിക്ക് പിന്നെ നമ്മള് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കേണ്ട ആവശ്യമില്ല. ഈ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഒരു ടീച്ചറിനെ കാണാനായിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പൊ ഞാനുണ്ടായിരുന്നു, ആന്റണി ഉണ്ടായിരുന്നു, പിന്നെ സുനി എന്ന് പറയുന്ന പുള്ളിയുടെ ഒരു ജൂനിയർ ഉണ്ടായിരുന്നു. ഞങ്ങൾ മൂന്നുപേരും കൂടിയാണ് ആ ടീച്ചറിനെ കാണാൻ പോയത്. അപ്പൊ ടീച്ചറിനെ പരിചയപ്പെടുത്തി ഞങ്ങൾ ആ വീട്ടിൽ കയറിയിരുന്നു. അപ്പോ ഞാൻ ചെന്ന് ഇരുന്നത് ആ സോഫ അത്രയും കംഫർട്ടബിൾ ആയിരുന്നില്ല. അങ്ങനെ പിന്നെ ഞാൻ അവിടെ നിന്ന് എണീറ്റ് വേറൊരു കസേരയിൽ വന്നിരുന്നു. അപ്പൊ പലപ്പോഴും നമ്മൾ ഈ കസ്റ്റമറിനെ ഫേസ് ചെയ്ത് ഇരിക്കാനായിട്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ നമ്മളൊരു സ്ഥലത്തും കസ്റ്റമർ വേറെ സ്ഥലത്തും വേറൊരു ആംഗിളിലൊക്കെ ഇരുന്ന് സംസാരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്. അപ്പൊ അത് വളരെ ശ്രദ്ധിച്ചു വേണം. കസ്റ്റമർ എവിടെ ഇരിക്കും എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാവുകയും അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇരിക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ അവിടെ ഇരുന്ന് സംസാരിച്ചു. അപ്പൊ അവര് പരിചയപ്പെടുത്തി, ഇത് ഇന്ന ആളാണെന്ന് പരിചയപ്പെടുത്തി. അങ്ങനെ ഞാൻ പിന്നെ ടീച്ചറിനോട് എന്താണ് പേര് ചോദിച്ചു, എന്ത് ചെയ്യുന്നു ചോദിച്ചു, ഏത് സ്കൂളിലാണ് പഠിപ്പിക്കണേന്ന് ചോദിച്ചു. അപ്പൊ അത് ഇന്ന സ്കൂളിലാണ് പഠിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞത് എന്റെ അമ്മയുടെ വീടിന്റെ അടുത്തുള്ള സ്കൂളാണല്ലോ, അത് കുറെ വർഷങ്ങളായ സ്കൂളാണല്ലോ,
എനിക്ക് ചെറുപ്പം മുതൽ ഓർമ്മയുള്ള ഒരു സ്കൂളാണ്. കുറെ വർഷമായതാണല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഒരു എന്തോ 125 വർഷമായി അതിന്റെ ആഘോഷങ്ങളൊക്കെ ഇപ്പൊ കഴിഞ്ഞുള്ളൂ. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് അവരെ കൊണ്ട് ഞാൻ സംസാരിപ്പിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ആ സ്കൂളെ കുറിച്ച് കുറെ നേരം അവർ സംസാരിച്ചു. അപ്പൊ ഇതാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ചെന്ന ഉടനെ തന്നെ നമ്മളുടെ വിഷയത്തെ കുറിച്ചെല്ലാം സംസാരിക്കേണ്ടത്. നമുക്ക് പരിചയമില്ലെങ്കിൽ പോലും അവരുടെ പേര് ചോദിക്കുക, അവരുടെ ജോലി ചോദിക്കുക, അവരെ കൊണ്ട് സംസാരിപ്പിക്കുക എന്നുള്ളതാണ് ക്യാൻവാസിങ്ങിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. നമ്മൾ കൂടുതൽ സംസാരിക്കുക എന്നുള്ളതല്ല. പല ആൾക്കാർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, വളരെ വാചാലമായിട്ട് സംസാരിക്കണം, വളരെ വാചാലമായിട്ട് സംസാരിച്ചാൽ ഒരാളെ നമുക്ക് ആ സെയിൽ ക്ലോസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയൊന്നുമില്ല. നമ്മള് ഏറ്റവും കുറച്ച് സംസാരിക്കുക, ഏറ്റവും കൂടുതൽ ചെവിക്ക് സമയം കൊടുക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ മറ്റുള്ളവരെ കൊണ്ട് സംസാരിപ്പിക്കുക, അല്ലെങ്കിൽ കസ്റ്റമറിനെ കൊണ്ട് സംസാരിപ്പിക്കാനുള്ള ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടാക്കേണ്ടത്. കാരണം അതാണ് രണ്ടാമത്തെ സി എന്ന് പറയുന്നത്, ക്ലോസ്നെസ്. കാരണം പരിചയമില്ലാത്ത ഒരാളായിട്ട് ആ ഒരു ക്ലോസ്നെസ് ഉണ്ടാക്കണമെന്നാണെങ്കിൽ അയാളെ കൊണ്ട് സംസാരിപ്പിക്കുക, അയാൾ സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധാപൂർവ്വം കേട്ടിരിക്കുക. അങ്ങനെ ഒരു 5-10 മിനിറ്റ് അയാളെ കൊണ്ട് നമുക്ക് സംസാരിപ്പിക്കാൻ സാധിച്ചാൽ അയാളായിട്ട് ഒരു ആത്മബന്ധം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ അവർക്ക് കേൾക്കാനുള്ള ഒരു താല്പര്യവും ആ ഒരു സീരിയസ്നെസ് ഒക്കെ അവർ കാണിച്ചു തന്നിരിക്കും. അപ്പൊ അവർക്ക് അറിയാവുന്ന കാര്യങ്ങളെ കുറിച്ചായിരിക്കണം നമ്മൾ ചോദിക്കേണ്ടത്. അല്ലാണ്ട് അവർക്ക് ഒരു ബന്ധവുമില്ല, അവർക്ക് ഒന്നും അറിയാൻ പാടില്ലാത്ത വിഷയത്തെ കുറിച്ചല്ല നമ്മൾ അവരോട് ചോദിക്കേണ്ടത്. അവർക്ക് അറിയാൻ പാടില്ലാത്ത ഒരു വിഷയത്തെ കുറിച്ച് നമ്മൾ ചോദിച്ചാൽ അവർക്ക് സംസാരിക്കാൻ സാധിക്കില്ല. അവർക്ക് അറിയാവുന്ന ഒരു വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ചോദിക്കണമെങ്കിൽ അവരെ കൊണ്ട് നമുക്ക് സംസാരിപ്പിക്കാൻ സാധിക്കും. അപ്പൊ അവരുടെ ജോലി സംബന്ധമായ കാര്യങ്ങളോ, അല്ലെങ്കിൽ ചിലപ്പോൾ ആ വീട്ടിലൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഒരു ഭിത്തിയിൽ നല്ലൊരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു വരച്ച പിക്ചർ അവിടെ ചിലപ്പോൾ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമുക്ക് അതിനെക്കുറിച്ച് ആരാണ് ഈ പടം വരച്ചത്, വാങ്ങിയതാണോ അല്ലെങ്കിൽ വീട്ടിലാരെങ്കിലും വരച്ചതാണോ? ഇല്ലല്ല, ഞാനാണ് വരച്ചത്. ചിലപ്പോൾ കസ്റ്റമർ ആയിരിക്കും ആ വരച്ചേക്കണത്. അപ്പൊ പിന്നെ അയാൾ വളരെ വാചാലനാവും. അയാളുടെ ആ ഒരു മാസ്റ്റർ പീസിനെ കുറിച്ച് നമ്മൾ ചോദിക്കുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് വളരെ വാചാലമായിട്ട് അയാൾ സംസാരിക്കാൻ തുടങ്ങുന്നുള്ളതാണ്. അപ്പൊ അയാൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അവരെ കൊണ്ട് സംസാരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ചെവിക്ക് കൂടുതൽ സമയം നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ അവര് സംസാരിക്കുമ്പോൾ അതൊരു 5-10 മിനിറ്റ് കൂടുതൽ സംസാരിക്കില്ല. കാരണം അവര് വളരെ പ്രിപ്പയർഡ് ആയിട്ടല്ല ഇരിക്കുന്നത് സംസാരിക്കാൻ വേണ്ടി. നമ്മൾ അവരെ കൊണ്ട് സംസാരിപ്പിക്കണേണ്. അങ്ങനെ സംസാരിച്ച് വരുന്ന സമയത്ത് ആ സംസാരം എവിടെയെങ്കിലും വെച്ച് മുറിയും. അതല്ലെന്നാണെങ്കിൽ ആ കസ്റ്റമർ തന്നെ നമ്മളോട് ചോദിക്കും, അപ്പൊ നിങ്ങൾ വന്നതിന്റെ ഉദ്ദേശം എന്താണ്, നിങ്ങൾ വന്ന കാര്യം പറഞ്ഞില്ലല്ലോ. അങ്ങനെ പറയുന്ന സമയത്തോ അല്ലെങ്കിൽ ആ സംസാരം ബ്രേക്ക് ആവുന്ന സമയത്തോ നമ്മൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾക്ക് പറയാന്നുള്ളതാണ്. അപ്പൊ മൂന്നാമത്തെ സി എന്ന് പറയുന്നത് ആ കോൺസെപ്റ്റ്, നമ്മൾ എന്താണോ അവിടെ പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സാധനം നമ്മളോട് ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്യുക. വളരെ വളരെ ചെറിയ രീതിയിൽ, വളരെ ഈസി ആയിട്ട് ലളിതമായിട്ട് നമുക്ക് ആ വ്യക്തിക്ക് മനസ്സിലാകുന്ന രീതിയിൽ അത് പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ്. റൺ ആഫ്റ്റർ യുവർ വർക്ക്, മണി വിൽ റൺ ആഫ്റ്റർ യു എന്നാ പറഞ്ഞത്. മണിയുടെ പുറകെ പോകാനല്ല അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ വർക്കിന്റെ പുറകെ പോകൂ, നിങ്ങളുടെ പണം നിങ്ങളുടെ പുറകെ ഓടി വരുന്നതാണ്. അപ്പൊ ഇതൊരു ചക്രമാണ്. ഈ ചക്രത്തിനെ നമ്മൾ ഓടിച്ചിട്ടാൽ അതിനെ ഒരിക്കലും നമുക്ക് പിടിക്കാൻ സാധ്യമല്ല. നമ്മൾ നമ്മുടെ കർമ്മത്തിന്റെ പുറകെ പോയാൽ, നമ്മുടെ വർക്കിന്റെ പുറകെ പോയാൽ നിങ്ങൾ പോലും അറിയാതെ ഇത് നിങ്ങളുടെ പുറകെ കൂടി ഓടി വന്ന് നിങ്ങളുടെ പോക്കറ്റിൽ കയറി ഇരിക്കും എന്നുള്ളതാണ്. അംഗീകാരവും അങ്ങനെ തന്നെയാണ്. ബൈബിളിൽ ഒരു കാര്യം പറയുന്നുണ്ട്, അർഹതപ്പെടാത്ത സ്ഥലത്ത് പോയി നമ്മൾ ഇരുന്നാൽ അർഹതപ്പെടുന്നവൻ വരുമ്പോൾ അവിടെ നമ്മൾ എണീറ്റ് മാറ്റും. നമ്മൾ പുറകെ കൊണ്ടിരുന്നു. ചിലപ്പോൾ പുറകെ പോകുന്ന സമയത്ത് അവിടെ സീറ്റ് ഉണ്ടാവില്ല, ചിലപ്പോൾ നമ്മൾ നിൽക്കേണ്ടി വരും എന്നുള്ളതാണ്. നമ്മൾ എക്സ്ട്രാ ഓർഡിനറി ആകാൻ ശ്രമിച്ചാൽ നമ്മൾ ഓർഡിനറിയിലും താഴെ പോകുന്നതാണ്. നമ്മളൊരു നോർമൽ മനുഷ്യനായിട്ട് നമ്മൾ ജീവിക്കുക. ഈ സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. നമ്മളുടെ കർമ്മം നമ്മൾ ചെയ്യുക. നമ്മൾ പണത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കില്ല. ഈ പണത്തിന്റെ പുറകെ ഓടുന്നത് കൊണ്ടാണ് ഒരുത്തിന്റെ പുറകെ അല്ല നമ്മൾ പോകേണ്ടത്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു ടീമിനെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. ഒരു ടീമിനെ നിങ്ങൾക്ക് വാർത്തെടുക്കാൻ സാധിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പണം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് മേക്ക് മാൻ പെർഫെക്റ്റ് എന്നാ പറയുന്നത്. നിങ്ങൾ ചെയ്യുന്ന എന്താണോ, ക്യാൻവാസിംഗ് ആണോ, നിങ്ങൾ ഒരു ഡിസ്ട്രിബ്യൂട്ടറിനെയാണോ ക്യാൻവാസ് ചെയ്യുന്നത്, ആ വ്യക്തിനോട് നിങ്ങൾ മാർക്കറ്റിംഗ് പ്ലാൻ പറഞ്ഞുകൊണ്ട് വേണം നിങ്ങൾ കൊണ്ടുവരാനായിട്ട്. ഓരോ വ്യക്തിനെ നമ്മൾക്ക് ആവശ്യമായിട്ട് വരുന്നത് ഡിസ്ട്രിബ്യൂട്ടറിനെയാണ് നമുക്ക് ആവശ്യം. ഒരു ടീം നമുക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടറിനെയാണ് പ്രാധാന്യം നിങ്ങൾ കൊടുക്കേണ്ടത്. ഡിസ്ട്രിബ്യൂട്ടേഴ്സിനാണ്. നിങ്ങളുടെ ലെഫ്റ്റിലും റൈറ്റിലും 2 ആക്റ്റീവ് ആയിട്ടുള്ള മെമ്പേഴ്സ് ഉണ്ടെന്നാണെങ്കിൽ അവരെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് 4 ആക്കാനും 20 ആക്കാനും 200 ആക്കാനും 2000 ആക്കാനും നിസ്സാര സമയം മതി സുഹൃത്തുക്കളെ. അവരെ കാര്യങ്ങൾ പഠിപ്പിച്ചാൽ മതി. അവരെ നമ്മൾ വേണ്ട രീതിയിൽ സ്നേഹിച്ചാൽ മതി. അവർക്ക് വേണ്ടുന്ന സർവീസ് നമ്മൾ കൊടുത്താൽ മതി. നമ്മുടെ കർമ്മം നമ്മൾ ചെയ്യാൻ തയ്യാറായാൽ പണം നിങ്ങളുടെ പുറകെ വരും. നിങ്ങൾക്കും ഒരു കോടീശ്വരനാകാൻ സാധിക്കും. നിങ്ങൾക്കും ഒരു കോടീശ്വരനാകട്ടെ ആകാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.